ഹലോ ഗായ്സ്, ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഭയങ്കര വായന ഗുരുമന്ദിരത്തിലാട്ടോ. മേളിലൊരു ഗുരുമന്ദിരമുണ്ട്, താഴെ ഒരു ഗുരുമന്ദിരമുണ്ട്. ഞാൻ എൻ്റെ സൗണ്ട് മൊത്തം എടുത്തായി സംസാരിക്കുന്നത്. അപ്പോൾ ഗുരുമന്ദിരത്തിലെ വായന തീരാറായി. വായന തീർന്നിട്ട് ഞാൻ ഇനി എടുക്കാമെന്ന് വെച്ചോട്ടോ. അവർ ഭയങ്കര എൻജോയ് ചെയ്ത് നന്നായിട്ട് പാടുക. അപ്പം മേളിലൂടെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് കേൾക്കും. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വല്ലതും കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് അത് കഴിയട്ടെ. അപ്പം അങ്ങനെ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. മേളത്തെ കഴിഞ്ഞു, താഴത്തെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ താഴത്തെ വലിയ സൗണ്ടില്ല. അപ്പോഴത്തേക്കും കുറേ കാക്കകൾ വന്നു, പൊക്കം അവിടുന്ന്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്നൊരു സെൽഫ് കെയർ വീഡിയോ ആട്ടോ ചെയ്യുന്നത്. ഈ കാക്ക ഇതൊക്കെ ഞാൻ വരുമ്പോൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ നമ്മളിന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ദേഷ്യം വരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നും മിണ്ടാണ്ടിരിക്കുക കാക്കകളെ, ഇവിടെ നിറയും കാക്കകൾ. അതുകൊണ്ട് ഒരാൾ കരയുമ്പോൾ അടുത്ത ആൾ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇന്നൊരു സെൽഫ് കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും സെൽഫ് കെയർ ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കെയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും കുഞ്ഞിലെയാണെങ്കിൽ നമ്മുടെ തലയിലും അമ്മയൊക്കെ വന്ന് എണ്ണയൊക്കെ തേച്ച് തരും, മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും, കയ്യിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും, മഞ്ഞളൊക്കെ തേച്ച് തരും. കുറച്ച് വളരുമ്പോഴത്തേക്കും അതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ കെയർ ചെയ്യണം. നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, ബോഡി കെയർ ചെയ്യണം, നമ്മുടെ മനസ്സിനെ നമ്മൾ കെയർ ചെയ്യണം, നമ്മളോട് തന്നെ സംസാരിക്കണം, നമ്മൾ ഹാപ്പിയാക്കി വെക്കണം. മെയിനായിട്ട് ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഇരിക്കാം. എന്തോ ഒരു കമൻറ്റ് വന്നു കേട്ടോ യൂട്യൂബിൽ, അതാ ഇങ്ങനെ നോക്കിയത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും മാസത്തിൽ ഒരു വട്ടമെങ്കിലും സെൽഫ് കെയർ ചെയ്യാൻ മറന്നുപോലെ. തലയിൽ എണ്ണയൊക്കെ തേച്ച്, മേത്ത് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കുകയോ എടുക്കുകയോ. ഞാൻ ഇതിനു മുന്നേ സെൽഫ് കെയർ വീഡിയോ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് ഇത് നാൽപ്പാമരാതി ആട്ടോ, കോട്ടയ്ക്കലിൻ്റെ നാൽപ്പാമരാതി തേക്കും ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം. ചിലപ്പോൾ തോന്നുമ്പം, ചിലപ്പോൾ കുളിക്കാൻ കയറുമ്പം തേക്കും, അപ്പം തന്നെ കഴുകിക്കളയും. ഒരു 5-6 മിനിറ്റ്, 5-6 കേട്ടോ, ഒരു 10 മിനിറ്റ് കൂടുതലൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആവും. ഇത് കണ്ടോ, ഈ എണ്ണയുടെ കളറ് ഞാൻ കാണിച്ചു തരാമേ. ഈ നാൽപ്പാമരാതിക്ക് ഈ കളറാണ്, ഒരു മഞ്ഞ കളറും, വലിയ മണമൊന്നുമില്ല. നാൽപ്പാമരാതിയൊക്കെ സ്കിന്നിൽ തേച്ചാൽ കളറ് വെക്കും, ടാൻ മാറും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കളറൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇതൊക്കെ തേക്കും, കാരണം എനിക്ക് ഒരു മനസ്സുഖം. പിന്നെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നേ, ഭയങ്കര സുഖമായി ഈ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാനൊക്കെ. ടാൻ അത്യാവശ്യമുള്ള കരിവാളിപ്പും കാര്യങ്ങളും ഒക്കെ മാറും. ഈ എണ്ണ തേച്ചിട്ട് ഡയറക്റ്റ് വെയിലത്ത് പോയി നിന്നാലാണ് നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവുന്നത്. അല്ലാണ്ട് എണ്ണ തേച്ചു എന്ന് വെച്ചിട്ട് സ്കിന്നൊന്നും ഡാർക്ക് ആവാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ നാൽപ്പാമരാതി, ചിലപ്പം കുളിക്കാൻ നേരം ആണെങ്കിൽ കാലിലും കയ്യിലും എല്ലാം തേക്കും കേട്ടോ. പിന്നെ ഈ നാൽപ്പാമരാതി തേക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നാൽപ്പാമരാതി തേക്കുമ്പോൾ ഒരു പന്ന ഡ്രസ്സ് ഇട്ടിട്ടേ തേക്കാവൂ, കാരണം ഡ്രസ്സ് നിറയെ മഞ്ഞ കളറാവും. അപ്പോൾ നമുക്ക് എപ്പോഴേലുമൊക്കെ സമയം കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. നാൽപ്പാമരാതി ഞാൻ അധികം ഫേസിൽ യൂസ് ആക്കത്തില്ല കേട്ടോ, കാരണം നാൽപ്പാമരാതി എനിക്ക് ഫേസിലിടുമ്പോൾ ഫേസിൽ പിമ്പിൾസ് വരും. ഞാൻ ഫേസിൽ വേറെ ഒരു കേരത്തൈൽ എന്തോ ഒരു എണ്ണ മിക്സ് ചെയ്ത് കോട്ടയ്ക്കലിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു, ആ എണ്ണ തേക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും തേക്കത്തില്ല, അത് നിന്നു. എനിക്ക് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അറിയാവുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ലാണ്ട് ഈ ഫേഷ്യലും ഗീഷ്യലും ഒക്കെ ചെയ്യുന്നതിലും കൂടുതൽ താല്പര്യം ഇതാട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ഗുരു വന്നു, പക്ഷെ ഞാൻ ഇനി ഒന്നും ചെയ്തില്ല, അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ച്. അതിന് ശേഷം നമുക്ക് ഇനി തലയിൽ എണ്ണ തേക്കാം. അപ്പം ഞാൻ തേക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ, എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തവർക്കറിയാം, ഞാനൊരു അമ്മണിയമ്മ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ ഓയിലിൻ്റെ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ ഇത് അവരെനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. എൻ്റെ അമ്മ സത്യം, ഞാൻ നിങ്ങളെ വെറുതെ വന്നിരുന്നു പറ്റിക്കത്തില്ല, എനിക്ക് യൂസ് ചെയ്ത് കൊള്ളാവുന്ന മാത്രമേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയത്തുള്ളൂ. അപ്പോൾ അവരെനിക്ക് ആദ്യം ഈ എണ്ണ അയച്ചു തന്നു, അമ്മണിയമ്മ ഹെയർ ഓയിൽ. ഫസ്റ്റ് എൻ്റെ കൊളാബാണ്, എൻ്റെ ഇൻസ്റ്റയിലെ ആദ്യത്തെ കൊളാബാണ്. ആ സമയം ഞാൻ 10K എന്തോ കഴിഞ്ഞ് 15K ആയോ അത്രയും കൊണ്ടായി നിൽക്കുക. അപ്പോൾ ആ സമയത്താണ് ഇവർ എണ്ണ അയച്ചു തരുന്നത്. ഈ എണ്ണ ഞാൻ ആ വീഡിയോ എടുക്കാനും വേണ്ടി യൂസ് ചെയ്തു. അത് വീഡിയോ എടുക്കാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് 2-3 ദിവസം യൂസ് ചെയ്ത് കൊള്ളാം. പിന്നെ ഞാൻ കോട്ടയ്ക്കൽ എണ്ണ തേക്കുന്നത്, ദുർദൂര പത്രാദിയും ചെമ്പരത്തിയാദിയും കൂടെ മിക്സ് ചെയ്തിട്ട് താരനും മുടി ഒഴിച്ചിലിനും ഒക്കെ അതാ തേക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഈ എണ്ണ തീർന്നു പോയി. ഈ എണ്ണ തീർന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഈ എണ്ണയുണ്ടല്ലോ, ഇനി ഓടിപ്പോയി 100-300 രൂപ കൊടുത്തിട്ട് എണ്ണ വാങ്ങിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ എണ്ണ തേക്കാൻ തുടങ്ങി. ഈ എണ്ണ തേച്ച് തുടങ്ങിയപ്പം തൊട്ട് അടിപൊളി റിസൾട്ടാണ്, നല്ല റിസൾട്ട് ഞാൻ കാണിച്ച്. ഈ കുരു എന്നുള്ള കുഞ്ഞുമുടി കിളിച്ചു തുടങ്ങി, താരം കുറഞ്ഞു, മുടി ഒഴിച്ചിൽ കുറഞ്ഞു, ഭയങ്കര റിസൾട്ട് കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ ഒരു 200 ml ആയിരുന്നു അവർ അയച്ചത്. 200 ml 1200 രൂപ എന്തോവാ.
താഴെക്കൂടെ ഒരു ആൻറ്റി ഓടി പോന്നു. 200 രൂപ എന്തോ ആട്ടോ, അല്ല അയ്യോ 200 ml 1200 രൂപ എന്തോ, അതാ അവരെനിക്ക് അയച്ചത്. പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിച്ചു, റിസൾട്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ എണ്ണയെ യൂസ് ചെയ്യുന്നത് സത്യമായിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇത് വാങ്ങിക്കാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് വാങ്ങിക്കണമെന്നൊന്നും അല്ല പറയുന്നത്, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അഥവാ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് നോക്കുക. ഇതിൻ്റെ ചെറുതുകൊണ്ട് വലുതുണ്ട്. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ചെറുത് വാങ്ങിച്ച് നമുക്ക് കൊള്ളാമെങ്കിൽ മാത്രം വലുത് വാങ്ങിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണയുടെ മണം എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിലയൊക്കെ ഇട്ട് കാച്ചുന്ന ഒരു മണമില്ലേ, നല്ല മണമാണ്, ഒരു തൈലത്തിൻ്റെയൊക്കെ. അപ്പം എണ്ണ ചിലർ പറയും ചൂടാക്കിയിട്ട് തേക്കണം. ഞാൻ അങ്ങനെ ചൂടൊന്നും ആക്കത്തില്ല കേട്ടോ, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ആ ഒരു ചൂടിൽ അങ്ങ് തലയിൽ തേക്കത്തേ ഉള്ളൂ. ഹോട്ട് ഓയിലൊക്കെ തേച്ചാൽ നല്ലതാണ്. നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി ഒരു തുണിയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ തലയിലൊക്കെ തേക്കുന്നത് നല്ല റിലാക്സേഷനും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഹെയർ സ്പാ ചെയ്തിട്ട് ഉടനെ എണ്ണയൊന്നും പക്ഷേ എന്തോ എനിക്ക് എണ്ണ തേക്കാഞ്ഞിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. എനിക്ക് തലവേദനയൊക്കെ എടുക്കുന്നു. അപ്പോൾ തലവേദന എടുക്കുന്ന സമയത്ത് ഞാൻ എണ്ണ തേക്കും. ഇല്ലെങ്കിലും ഞാനിപ്പം ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനായിട്ട് എൻ്റെ മുടി നശിപ്പിച്ച് എണ്ണയൊന്നും തേക്കാണ്ട് ഇങ്ങനെ കാക്കിരി പീക്കിരി അവിടെ നടന്ന് കളറും വരുത്തൂത്ത് കളറൊക്കെ തേക്കും ഇപ്പോഴും. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ എൻ്റെ മുടിയെ നശിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ 1-2 തവണ എണ്ണ തേക്കും. എണ്ണ തേച്ചിട്ട് എനിക്ക് കുറേ കറ്റാർവാഴ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് 5-6 ചാക്കിൽ. ചിലപ്പോൾ കറ്റാർവാഴ തലയിൽ തേക്കും, ചിലപ്പോൾ ചെമ്പരത്തി താളി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കെയർ സത്യം പറഞ്ഞാൽ എന്തൊരു മനുഷ്യനെ ആണെങ്കിലും നമ്മുടെ ശരീരത്തെ എന്തിനെയാണേലും നമ്മൾ കെയർ ചെയ്താൽ തിരിച്ചത് കാണിക്കും നമ്മളെയും. കാരണം ഞാൻ ഇതൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ഇതായി. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, മുഖത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ കെയർ ചെയ്താൽ അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതാണ് അടുത്തത്, തലയിൽ. ഇതെല്ലാം ഞാൻ ഇനി പതിയെ സാവധാനം ഇവിടെ നിന്ന് ചെയ്തിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ. നിങ്ങളെ പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്ന കേട്ടോ. അടുത്ത് ഇനി മുഖത്ത് എല്ലാവർക്കും അറിയാം, ഞാൻ മറ്റേ പച്ചരിയില്ലേ, നമ്മുടെ പുട്ടിനും അപ്പത്തിനും ഒക്കെ അരയ്ക്കുന്ന പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. അത് ഇമ്മിണി വെള്ളം ചേർത്ത് അരച്ച് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണേൽ അരച്ച് വെക്കാം. ഞാൻ എന്തായാലും എടുക്കുമ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് അരച്ച് വെക്കും. കാരണം കുറച്ച് ഇതായിട്ട് മിക്സിയുടെ ജാറി അരയ്ക്കാനും പറ്റത്തില്ലല്ലോ. അരച്ച് വെക്കുക. എന്നും കുളിക്കുന്നതിന് മുന്നേ അതിൽ കുറച്ച് തൈര് എനിക്ക് ഓക്കെയാണ്. തൈര് പറ്റാത്തവർക്ക് പാലെടുക്കാം, പാല് പറ്റാത്തവർക്ക് റോസ് വാട്ടറോ ഓറഞ്ച് നീരോ. ഈ അരിപ്പൊടിയും തൈരും തേച്ചാൽ ഭയങ്കര റിസൾട്ടാണ്, ഭയങ്കര റിസൾട്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമായിട്ട് പറഞ്ഞു. ഈ സംഭവം ഞാൻ എന്നും ചെയ്യുന്ന ഒരു സംഭവമാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എപ്പോഴും മുഖത്ത് എന്തെങ്കിലും. പിന്നെ ഇതൊക്കെ ഇപ്പം ഇത് മുഖത്ത് തേച്ചെന്ന് പറഞ്ഞാൽ അങ്ങ് വെളുത്ത് വെളുവിളാ ആ ഒരു ഇതല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ മനസ്സിനൊരു സംതൃപ്തി. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സംതൃപ്തി, അതാണ് മെയിൻ. പിന്നെ നമ്മൾ വീട്ടിലെ എന്തോ പാക്കിട്ടെന്ന് പറഞ്ഞാൽ ഈ ചിലർ വീഡിയോയിൽ വന്നിട്ട് കാണിക്കും, ഇതിട്ട ഒറ്റ തവണ ഇട്ടാൽ വെളുത്ത് പാറും എടുക്കും എന്ന്. ഒന്നും ഇട്ടാൽ പാറത്തെ എടുക്കത്തില്ല. പിന്നെ നമ്മൾ വീട്ടിലെ സാധനമാണ് ഇടുന്നതെങ്കിൽ കൂടിപ്പോയാൽ നമ്മുടെ 2 ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആകും. അതിൽ കൂടുതലൊന്നും വലിയ വെളുപ്പും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മൾ കുഞ്ഞിലേ കറുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്, വളരുന്നതനുസരിച്ചിട്ട് കളറ് വെക്കും. ഈ നിറത്തിലൊന്നും അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഞാൻ ഇത് വാരി തേക്കുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ കളറിൻ്റെ അതൊന്നും വെച്ച് പറയുന്നതല്ല കേട്ടോ. നിറത്തിലും അതിലും ഇപ്പം നമ്മൾ ഏത് ഷെയ്ഡാണേലും ഉള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. നമ്മളിപ്പം വെളുക്കാനും വേണ്ടി ചെയ്തില്ലെങ്കിലും നമ്മളെങ്ങനെയാണോ ഇരിക്കുന്നത് അത് വൃത്തിക്ക് കൊണ്ടുപോവുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ വാരി തേച്ചെന്ന് പറഞ്ഞ് കളറ് വെച്ച് തുടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ വീട്ടിൽ കിട്ടുന്ന നാടൻ സാധനങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് പണ്ടേ ഇഷ്ടം. എനിക്ക് അതിനോടാണ് താല്പര്യം. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നമ്മളെ അമ്മൂമ്മമാരുടെ മണം എടുക്കും, നല്ല എണ്ണയുടെ തൈലത്തിൻ്റെ. എനിക്കതൊക്കെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറും സെൽഫ് കെയറും ഹെയർ കെയറും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും സെൽഫ് കെയറും സ്കിൻ കെയറും എല്ലാം നമ്മൾ തന്നെ കെയർ ചെയ്യുക. ഞാൻ വെറുതെ പറയുന്നില്ല, നമ്മൾ കെയർ ചെയ്താൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് ഫീൽ ചെയ്യും കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഏറ്റവും മെയിനാണ് വെള്ളം കുടി. നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും സ്കിന്നിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും ഒക്കെ പോകും. അപ്പം ഞാൻ ഇതൊക്കെ തേച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇനി പോയി കുളിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. സി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കുക. ടാറ്റാ.